മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് ഈ സംഭവം. പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് സഹോദരങ്ങളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ കെട്ടിത്തൂക്കിയത്. സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് പ്രതികരിക്കുകയുണ്ടായി. ജീവനക്കാരുടെ വീഴ്ചയാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ജീവനക്കാരനായ ലൈജു കുട്ടിയെ വിരട്ടിയതാണെന്നും ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും മാനേജ്മെന്റ് സമ്മതിച്ചു. പ്രതികരണം: അത് അവിടെ ഒരു സ്റ്റാഫിന്റെ പ്രശ്നമായിരുന്നു. സ്റ്റാഫിന്റെ പ്രശ്നമാണോ? ഈ കുട്ടി എങ്ങനെ കെട്ടി തൂക്കി? കെട്ടി തൂക്കിയില്ല, അയാൾ ചുമ്മാ ഒരു 500 രൂപ എങ്ങാണ്ട് പുള്ളിയുടെ പിള്ളേരെടുത്ത് പുള്ളി വിരട്ടിയത്. അപ്പൊ നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഇന്നലെ നീ അവിടുന്ന് പോകേണ്ട ആളായിരുന്നു. അപ്പൊ ഇച്ചിരി ഇദ്ദേഹത്തെ അപ്പൊ ഇദ്ദേഹം വീട് താമസമില്ലാത്തതുകൊണ്ട് വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് ചോദിച്ചത്. അങ്ങനെ അവിടെ നിന്നത്. അയാളെ സ്ഥാപനത്തിൽ നിന്ന് പുള്ളിയുടെ ഇത് കഴിഞ്ഞായിരുന്നു. എന്താ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് ലൈജു. ആരാ സംസാരിക്കുന്നേ? ഇത് ഞാൻ സ്ഥാപനത്തിന്റെ ഓണറാണ്. ഓണറാണോ? ശരി ശരി. അപ്പൊ ഇയാള് നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യം എന്താ? ഇയാൾക്ക് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ മുമ്പോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞുവിടേണ്ട വിഷമമൊക്കെ കാണും. നമ്മളോടുള്ള ഒരു വൈരാഗ്യം കാണിച്ചതുകൂടെ ആയിരിക്കട്ടെ. ഓഹോ, കെട്ടി തൂക്കാൻ നോക്കിയല്ലേ? കെട്ടി തൂക്കിയിട്ടില്ല. അല്ല, ഇയാള് വിരട്ടാൻ നോക്കിയതാ പിള്ളേരെ. ഈ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ്. മോഷണം നടന്നിട്ടില്ലെന്ന് സഹജീവനക്കാരനായ പ്രിൻസും പറയുന്നു. പാചക തൊഴിലാളിയായ ലൈജുവിനെ 30-ാം തീയതി ദുർനടപ്പിനെ തുടർന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതാണ്. അതിലുള്ള വൈരാഗ്യമാണ് കുട്ടികളെ വിളിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയതിന് പിന്നിലെന്നാണ് പ്രിൻസ് പറയുന്നത്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷൻ അപ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജിലായിരുന്നു കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടെ നിന്ന് പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്ററും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്, അതുകൊണ്ടൊരു 10-15 ദിവസം കൂടെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് താമസിക്കാം. അപ്പം ഇവൻ്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുറ്റിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുട്ടികളെ അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൻ വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോഴും അപ്പം വന്നു. അപ്പൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ വിവരം ഇങ്ങനെ കേസായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇന്നതുപോലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. സ്കൂളിലെ ജീവനക്കാരനായ പ്രിൻസിന്റെ പ്രതികരണമാണ് ഇത്. അതേസമയം സ്കൂൾ മാനേജ്മെന്റിനെതിരെ കുട്ടിയുടെ അമ്മാവൻ രാജൻ പ്രതികരിക്കുകയുണ്ടായി. ചാച്ച, ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു. അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി. അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നാണ് അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലിൽ കയറ് കെട്ടി ഫാനിൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ച് നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞ് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടിട്ട് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. കൊച്ചിൻ്റെ ദേഹത്ത് കാലിൽ കെട്ടി കയറിന് പാടുണ്ടായിരുന്നു, പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. ഒരു കുട്ടി അവനെയുള്ള അന്ന് ഉപദ്രവിച്ചു. ഇതിന് നേരത്തെ ഇവരെ 2 പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾക്ക് കാലെ പിടിക്കും എടുത്ത് എറിയുക. അതൊന്നും ഇവർ പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. പറഞ്ഞാലും ഇവർ പറഞ്ഞ് നീയൊക്കെ പോയിട്ട് ഇനി വാ, അന്നേരം ബാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഈ സംഭവം ചെയ്തിട്ടും ഈ പുള്ളി പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് നിൻ്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിൻ്റെ അച്ഛനമ്മേനെ എന്നെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് ഞാൻ തിരിച്ചു വരത്തില്ല, ഇതിൻ്റെ ബാക്കി അന്നേരം ഞാൻ തരാമെന്നാണ് പറഞ്ഞു.
പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. മോഷണക്കുറ്റം ആരോപിച്ച് കുട്ടിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കുകയായിരുന്നു. സ്കൂളിലെ ജീവനക്കാരനായ ലൈജു ആണ് ഇത് ചെയ്തത്. ലൈജുവിനെതിരെ സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ മറ്റ് ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോൾ ഇതിലെ വിശദീകരണം എന്ന് പറയുന്നത് ഈ ലൈജു എന്ന് പറഞ്ഞയാൾക്ക് സ്കൂളിലെ ജോലി നഷ്ടപ്പെട്ടതാണ്, സ്ഥിരം മദ്യപാനിയാണ്. അപ്പോൾ മാനേജ്മെന്റിനെ കൂടി മോശമാക്കുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ മേൽ മോഷണക്കുറ്റം ആരോപിച്ച് തലകീഴായി കെട്ടിത്തൂക്കി എന്നാണല്ലോ. മാനേജ്മെന്റിന്റെ ഈ വിശദീകരണം ശരിയാണോ? സത്യം പറഞ്ഞാൽ മൂന്നാം മുറയ്ക്കും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിശേഷിപ്പിക്കേണ്ട നിലയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. മാനേജ്മെന്റ് അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിനായി നടത്തിയ വാദപ്രതിവാദങ്ങളെന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 30-ാം തീയതി ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മാവൻ പറയുന്ന ഒരു വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുൻപും ഈ കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ചെള്ളയ്ക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അടിച്ചിട്ടുണ്ട് എന്ന് നിലയിലുള്ള ഒരു പ്രതികരണം നമ്മുടെ മുമ്പിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഈ സ്കൂളിൽ, ഈ ഹോസ്റ്റലിൽ പതിവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇപ്പോൾ പാചകത്തൊഴിലാളിയുടെ ഒരു 500 രൂപ നഷ്ടമായി, അത് ഒരു മോഷ്ടിക്കപ്പെട്ടു എന്ന നിലയിലാണ് ഇവരിത് ചിത്രീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ 2 കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അവരുടെ രക്ഷാകർത്താക്കളുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാം. അതിലുപരി മൂന്നാം മുറയെ വെല്ലുന്ന നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന നിലയിലാണ് ഇപ്പം മാനേജ്മെന്റ് സംസാരിക്കുന്നത്. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ആളുകൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നതായിട്ടുള്ള ആരോപണമുണ്ട്, അവിടെ ആ കുട്ടികളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരം മാനേജ്മെന്റ് അറിഞ്ഞിരുന്നു അല്ലേ? അല്ല, അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണല്ലോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു, പക്ഷെ അത് അത്തരത്തിലുള്ള വലിയ സംഭവമല്ല, ഞങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കൃത്യം നടത്തിയാളെ സംരക്ഷിക്കുന്ന നിലയിലാണ് അവരെ എന്നുള്ളത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന നിലയിലേ ഉള്ളൂ കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ ഈ ബന്ധുക്കളുടെ പരാതി അനുസരിച്ച് ആ കയറിൽ കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവിടെ ദ്രുതഗതിയിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ കയർ കണ്ടെടുക്കുകയും പ്രതിയുമായി ഇന്ന് അവിടെ അന്വേഷണം എത്തുകയും അവിടെ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുകയൊക്കെയുള്ള ഒരു വലിയ സംഭവം ഉണ്ടായി. അത് മാനേജ്മെന്റ് എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കയറിൽ കെട്ടിത്തൂക്കിയെന്ന് പറയുമ്പോൾ കയറ് കണ്ടെത്തുകയും അവിടെ അന്വേഷണത്തിന് നടത്തുകയും ചെയ്തപ്പോൾ അതിനകത്ത് സ്കൂൾ അധികൃതർ നടത്തുന്ന ആ ഒരു അഭിപ്രായ പ്രകടനം അവരുടെ ജീവനക്കാരെ സംരക്ഷിക്കാൻ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അല്ല, ഈ പറയുന്ന ലൈജു എന്നയാളെ അവിടെ നിന്ന് പുറത്താക്കിയതാണ് എന്നൊക്കെ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അങ്ങനെ സംഭവം ഉണ്ടായതാണോ? അല്ല, ഔദ്യോഗിക രേഖകളിലൊന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട് നമുക്ക് കാണാൻ. അങ്ങനെ നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജീവനക്കാരെ എടുക്കുമ്പോൾ അതിനൊരു രേഖയുണ്ടാവും, ശമ്പളം കൊടുക്കുമ്പോൾ രേഖയുണ്ടാവും, പുറത്താക്കുമ്പോൾ രേഖയുണ്ടാവും. അത്തരത്തിൽ ഒരു രേഖയും അവർക്ക് ഹാജരാക്കാൻ സാധിക്കും. നമ്മുടെ ന്യൂസ് 8ന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നേരിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത്തരത്തിൽ ഒരു രേഖകൾ ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതൊരു ജീവനക്കാരനെ എടുത്താലും എടുക്കുന്നതിനും ശമ്പളം കൊടുക്കുന്നതിനും എല്ലാം കൃത്യമായ രേഖ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ പുറത്താക്കിയതിനും രേഖ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു രേഖയും അവർക്ക് ഹാജരാക്കാൻ പറ്റുന്നില്ല. അവർ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ മാനേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അത് മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മാവൻ നമ്മളോട് പ്രതികരിച്ചത് നമുക്ക് മനസ്സിലാക്കുന്നത് അർബാനയിൽ ഈ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന നിലപാട് ഉൾപ്പെടെ അവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കുട്ടികളെ കൊണ്ട് അവിടെ ബാലവേല ഉൾപ്പെടെ ചെയ്യിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിദഗ്ധമായ ഒരു അന്വേഷണം നടത്തേണ്ട സാഹചര്യം ആ സ്ഥാപനത്തിനെതിരെ ഉണ്ട്. കാര്യം ഒരു സാധാരണക്കാരന്റെ ദുർബല വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കുട്ടികളെയാണ് ഇത്തരം പോസ്റ്റുകളിൽ നിർത്തിപ്പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് ഇരയായ ആ കുട്ടിയുടെ തന്നെ അവർക്ക് 4 മക്കളാണുള്ളത്. അമ്മയ്ക്കും അച്ഛനും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ്. ജീവിക്കാൻ മറ്റ് മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികളെ ആ ഹോസ്റ്റലിൽ നിർത്തി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ദുർബല വിഭാഗത്തിൽ നിന്നും മറ്റ് യാതൊരു സഹായവും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വളർന്ന കുട്ടികളെ തന്റെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു രക്ഷകർത്താക്കൾ ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ ത്തിൽ ചൂഷണം ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചത് യാതൊരു സാഹചര്യത്തിലും വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂൾ, ആ സ്കൂളിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത് അല്ലേ?
അതെ അതെ, ആ സ്കൂളിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണ്. അതൊരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികളുണ്ട്, അവർക്കെല്ലാം ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാണെന്നാണ് നമുക്ക് പക്ഷെ അത് ആരും പറയുന്നില്ലെങ്കിലും അത്തരത്തിൽ ഈ ബാലവേല ഉൾപ്പെടെയുള്ള ജോലികൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊരു പ്രത്യേക ചട്ടക്കൂടിൽ നിൽക്കുന്നതായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുനലൂർ മേഖലയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ പോലും ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കാരണം പുനലൂർ പട്ടണത്തിൽ നിന്നും വെട്ടുത്തിട്ട എന്ന് പറഞ്ഞ ടൗണിൽ നിന്നും കുരിയോട്ടുമല എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന ഒരു റൂറൽ ഏരിയയിൽ ഒരു ഉൾവശത്തായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു മിഷണറിയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കുട്ടികളെ കൊണ്ട് പാർപ്പിക്കുന്നു എന്നല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. മാനേജ്മെന്റ് ആരാണ് ഇതിന്റെ മാനേജർമാർ? അങ്ങനെ ഇത് നിലവിലെ നമ്മൾ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ ഇപ്പം കാണിച്ചത്. കൂടുതൽ നമ്മൾ വെബ്സൈറ്റിൽ കാണുന്ന കൂടുതൽ വിവരങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അരുണ് നമ്മളോട് പങ്കുവച്ചിരുന്നെങ്കിലും ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്നും പോലും സംശയം തോന്നുന്ന നിലയിലാണ് ഇതിന്റെ പ്രവർത്തന രീതി. നമുക്കൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു വിദഗ്ധമായ അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ നിലവിലുണ്ട്. അത്തരത്തിൽ വളരെ മൃഗീയവും പൈശാചികവുമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഒരു സംശയമില്ല. മനോജ് പറഞ്ഞത് ശരിയാണ്. അവിടെ ഒരു കുട്ടിയെ ഫാനിൽ കെട്ടിത്തൂക്കി ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് 500 രൂപ മോഷ്ടിച്ചു എന്നതാണ്. പക്ഷേ മോഷ്ടിച്ചതായിട്ട് ഒരു തെളിവുമില്ല. അത് മാത്രമല്ല, അവിടെ മാനേജ്മെന്റ് തന്നെ പറയുകയാണ് ആ ജീവനക്കാരൻ വെറുതെ അങ്ങനെ ഒരു കഥ മെനഞ്ഞതാണ്. ആ ജീവനക്കാരനെ ആ ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അതിലുള്ള വൈരാഗ്യം കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നത്. ആ കുട്ടിയെ മനഃപൂർവ്വം ഇങ്ങനെ ഫാനിൽ കെട്ടിത്തൂക്കി പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റും പറയുന്നത്. പക്ഷേ അതിലൊക്കെ സംശയം നിലനിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.